ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇമേജ് ബ്ലറിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്കിതിനെ സ്മൂത്തിങ് എന്നും വിളിക്കാം. നമ്മളൊരു ഇമേജിലെ നോയ്സസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഇമേജ് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് മുകളിലൊരു ചെറിയൊരു സ്മൂത്ത്നെസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 3 തരത്തിൽ ബ്ലറിംഗ് ചെയ്യാം. സിമ്പിൾ ബ്ലറിംഗ്, അല്ലെങ്കിൽ ഇതിന് ആവറേജിംഗ് എന്ന് വിളിക്കാം. അതുപോലെ ഗോഷ്യൻ ബ്ലറിംഗ്, മൂന്നാമതായി മീഡിയൻ ബ്ലറിംഗ്. ഈ മൂന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ ബ്ലറിങ്ങിൻ്റെയും കാൽക്കുലേഷൻ വിവിധ തരത്തിലാണ്. ഉദാഹരണമായി നമ്മൾ സിമ്പിൾ ബ്ലറിംഗിൽ അല്ലെങ്കിൽ ആവറേജിങ്ങിൽ നമ്മൾ പിക്സൽസിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. അതുപോലെ മീഡിയൻ ആണെങ്കിൽ അതിൻ്റെ മീഡിയൻ ആണ് എടുക്കുന്നത്. ഗോഷ്യൻ ബ്ലറിലാണെങ്കിൽ നമ്മൾ ഗോഷ്യൻ കർണലാണ് യൂസ് ചെയ്യുന്നത്. ഗോഷ്യൻ ബ്ലറിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വളരെ ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഈ ഒരു ഗോഷ്യൻ ബ്ലറിംഗ് നമുക്ക് കാണാൻ സാധിക്കും. സോ സിമ്പിൾ ബ്ലറിംഗിൽ നമ്മളൊരു കർണൽ സൈസ്, കർണൽ ഏരിയ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കർണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. സോ ആ അറേക്ക് അനുസരിച്ചിട്ടുള്ള ഭാഗത്തെ പിക്സൽസിൻ്റെ ആവറേജ് എടുത്താണ് അതിൻ്റെ ബ്ലറിംഗ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് CV.blur എന്ന് പറയുന്ന മെത്തേഡാണ്. ഗോഷ്യൻ ബ്ലറിംഗിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോഷ്യൻ കർണലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗോഷ്യൻ ബ്ലർ, CV.Gaussian blur എന്ന് പറയുന്ന മെത്തേഡാണ്. അതുപോലെ മൂന്നാമതായി നമ്മൾ മീഡിയൻ ബ്ലറാണ് ഉപയോഗിക്കുന്നത്. മീഡിയൻ ബ്ലറിൽ നമ്മൾ ആ ഒരു പിക്സൽ ഏരിയയുടെ മീഡിയൻ ആണ് എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് CV.Median blur എന്ന് പറയുന്ന മെത്തേഡാണ്. മീഡിയൻ ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് ഇമേജുകൾക്ക് മുകളിലാണ്. എന്താണ് സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് എന്ന് നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. സോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. VS Code നമ്മൾ ആദ്യം ചെയ്യുന്നത് സിമ്പിൾ ബ്ലറിംഗ് ആണ്. നമ്മളിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. സോ നമ്മളിവിടെ IMG നമ്മൾ CV.ImRead, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് chick.jpg, ഈ ഒരു ഇമേജാണ്. സോ നമ്മളിത് ഷോ ചെയ്യുക CV.ImShow. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ വിൻഡോ നെയിം, ഒറിജിനൽ, അതുപോലെ കോമ കൊടുത്ത ശേഷം നമ്മുടെ ഇമേജ് വേരിയബിൾ നെയിം കൊടുക്കാം IMG. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തരത്തിൽ ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മുടെ കേസ് സൈസ് ആണ്, അഥവാ കർണൽ സൈസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കർണൽ സൈസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇമേജ് ബ്ലർ ചെയ്യുന്നത്. അത് സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലർനെസ് കൂടുന്നതായിരിക്കും. നമ്മളിവിടെ കേസ് സൈസ് എന്ന് കൊടുക്കുന്നു. കേസ് സൈസ് ഇതൊരു ടപ്പിളായിട്ടാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ തൽക്കാലം ഇതൊരു 8,8 കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിത് ബ്ലർ ചെയ്യാം. സോ ബ്ലർ ചെയ്ത് കിട്ടുന്ന ഇമേജ് നമ്മൾ ബ്ലർ എന്ന് പറയുന്ന ഇമേജിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം CV.blur എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് അത് നമ്മുടെ ഇമേജാണ്. നമ്മൾ ഇമേജ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കേസ് സൈസ് ആണ്. നമ്മളുടെ കേസ് സൈസ് കൊടുക്കുന്നു. കേസ് സൈസ് കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു ബ്ലർ ചെയ്ത ഇമേജ് നമുക്ക് ഷോ ചെയ്യിക്കാം. സോ നമ്മളിവിടെ ഒറിജിനൽ പകരമായി നമ്മളിവിടെ ബ്ലർഡ് എന്ന് പറയുന്ന വിൻഡോ നെയിം കൊടുക്കുന്നു. അതിൻ്റെ വേരിയബിൾ നെയിം കൂടി ഇവിടെ കൊടുക്കുന്നു, ബ്ലർ. സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ബ്ലർ ചെയ്ത ഇമേജ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ബ്ലർനെസ് എഫക്റ്റ് അതിന് മുകളിൽ വന്നിട്ടുണ്ടായിരിക്കും. നമുക്കിതിൻ്റെ ബ്ലർനെസ് ഒന്നുകൂടി കൂട്ടി കൊടുക്കാം. സോ നമ്മളിവിടെ ഒരു 8ന് പകരമായി 28 കൊടുത്ത് നോക്കാം. സോ നമുക്ക് എത്രത്തോളം വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം. സോ നമുക്ക് സേവ് ചെയ്ത ശേഷം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇത് നമ്മൾ ബ്ലർ ചെയ്ത ഇമേജ്. നമുക്ക് നോക്കിയാൽ കാണാം നമ്മൾ കേസ് സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബ്ലർനെസ്സും ഇതുപോലെ കൂടുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ ബ്ലറിംഗ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗോഷ്യൻ ബ്ലറിംഗ് ആണ്. സോ ആ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലറിംഗ് മെത്തേഡാണ് ഗോഷ്യൻ ബ്ലറിംഗ്. നമുക്ക് ഇത്രയും ഭാഗം താഴോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം സിമ്പിൾ ബ്ലറിങ്ങിൻ്റെ ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്ത് വെക്കാം. കമൻറ്റ് ചെയ്യാം. അതുപോലെ സെക്കൻഡായിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്പർ 2 ഗോഷ്യൻ ബ്ലറിംഗ് ആണ്. ഇവിടെ നമ്മൾ സെയിം ഇമേജാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കേസ് സൈസ് കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് കേസ് സൈസ് കൊടുക്കുമ്പോൾ അതൊരു ഒറ്റ സംഖ്യയായിരിക്കണം. അതുപോലെ അത് നെഗറ്റീവ് ആവാൻ പാടില്ല. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കർണൽ വിച്ച് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ഓഡ്. പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, അതുപോലെ ഒറ്റ സംഖ്യ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 5,5 എന്ന് കൊടുക്കുന്നു. 5,5. സോ നമ്മൾ CV.blurന് പകരമായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോഷ്യൻ ബ്ലർ എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് ആണ്. സോ നമ്മളിവിടെ ഇമേജ് കൊടുക്കുന്നു. IMG കോമ കൊടുത്ത ശേഷം IMG കോമ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ കേസ് സൈസ് കൊടുക്കുന്നു. കേസ് സൈസ് കോമ കൊടുത്ത ശേഷം നമ്മൾ σx അതുപോലെ σy ഡീവിയേഷൻ നമ്മൾ തൽക്കാലം ഇത് 0 കൊടുക്കുന്നു. 0 കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ. ഇത് നമ്മൾ ബ്ലർ ചെയ്ത ഇമേജാണ്. ചെറിയൊരു ബ്ലർനെസ് മാത്രമേ ഇതിലിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ക്ലോസ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കേസ് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. സോ നമ്മൾ 5ന് പകരമായി നമ്മൾ 15 കൊടുക്കുന്നു.
15 കൊടുക്കുന്നു, സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളത് ബ്ലർനെസ് നമ്മുടെ കെ സൈസ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന് ബ്ലർനെസ്സും കൂടുന്നതായിരിക്കും. 15 പകരമായി നമ്മൾ 35 കൊടുത്ത് നോക്കാം. 35 റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഗോഷ്യൻ ബ്ലർ നമ്മുടെ ഇമേജിന് മുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അവസാനമായി നമ്മൾ പഠിക്കുന്നത് മീഡിയൻ ബ്ലറിംഗ് ആണ്. നമുക്ക് തൽക്കാലം ഇത്രയും ഭാഗം താഴോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ഉപയോഗിക്കേണ്ടത് cv.median_blur എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതിൽ നമ്മൾ കാണുന്നത് പിക്സലിൻ്റെ മീഡിയൻ വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഇതിന് മീഡിയൻ ബ്ലർ എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ നമ്മൾ താഴെ പഠിച്ചിരുന്നത് ഹൈലി എഫക്റ്റീവ് ആണ് സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് ഇമേജിന് മുകളിൽ. സോ എന്താണ് സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് ഇമേജ് എന്ന് നോക്കാം. ഉദാഹരണമായി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇമേജിന് മുകളിൽ നോക്കിയാൽ കാണാം നമുക്ക് ഡോട്ട് ആയിട്ടുള്ള ഇത്തരം നോയ്സസ് ഉള്ള ഇമേജിനെയാണ് നമ്മൾ സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് ഇമേജ് എന്ന് പറയുന്നത്. സോ മീഡിയൻ ബ്ലർ എന്ന് പറയുന്നത് ഇത്രയും ഇമേജിന് മുകളിൽ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുമെന്നാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു ഇമേജ് വെച്ച് തന്നെ ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഈ കെ സൈസ് തൽക്കാലം ആവശ്യമില്ല. കെ സൈസ് നമ്മൾ കൊടുക്കുന്നത് ഒരു നമ്പർ മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ സെയിം ഐറ്റം വിടുത്തും ആ ഒരു നമ്പർ ആയിരിക്കും. സോ നമ്മൾ സെയിം ഭാഗം cv.median_blur എന്ന് സെലക്ട് ചെയ്യുന്നു. മീഡിയൻ ബ്ലർ ആർഗ്യുമെൻ്റായി കൊടുക്കേണ്ടത് ആദ്യം ഇമേജാണ്. ഇമേജ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കെർണൽ സൈസ് ആണ്. കെർണൽ സൈസ് നമുക്ക് തൽക്കാലം 5 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇമേജ് വെച്ചൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതി ലഭിക്കും. സോ നമുക്കൊരു 25 കൊടുത്ത് നോക്കാം. ഇവിടെ 25 കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. 25 കൊടുത്തു കഴിഞ്ഞാൽ കെർണലിൻ്റെ വിഡ്ത്തും ഹൈറ്റും 25 ആയിരിക്കും. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ മറ്റ് ഉള്ള ബ്ലർനെസ്സിൽ നിന്നും ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാൾട്ട് ആൻഡ് പെപ്പർ ഇമേജിന് മുകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന്. ബ്ലർനെസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇമേജാണ്. ഈ ഒരു ക്യാമറാമാൻ്റെ ഇമേജാണ്. cman1.png. സോ നമ്മളിവിടെ cman1.png സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇതാണ് നമ്മളിപ്പോൾ സ്മൂത്ത് ചെയ്ത് ബ്ലർ ചെയ്തിട്ടുള്ള ഇമേജ്. ഇതിൽ നമുക്ക് ബ്ലർനെസ് വളരെ കൂടിയിട്ടുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇതൊരു 25 പകരമായി നമുക്ക് 7 കൊടുക്കാം. 7 കൊടുത്ത ശേഷം സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഒറിജിനൽ ഇമേജിൽ ഒരുപാട് നോയ്സ് ഉണ്ടായിരുന്നു. സോ നമ്മളത് ബ്ലർ ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് ഇതുപോലെ ഒഴിവാക്കാൻ സാധിച്ചു. എന്നാലും ഇപ്പോഴും കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളത് ജസ്റ്റ് വാല്യൂ കെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉദാഹരണമായി ഒരു 11 കൊടുത്ത് നോക്കാം. ഓവർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലർനെസ് കൂടുന്നതായിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ കാണുമ്പോൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോയ്സ് എല്ലാം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയൻ ബ്ലറിംഗ് നമുക്ക് ഇത്തരം സാൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് ഇമേജിന് മുകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ബ്ലർനെസ് ചെയ്യാം. നമ്മൾ 3 തരത്തിലുള്ള ബ്ലർനെസ് ആണ് ഇവിടെ പഠിച്ചത്. സിമ്പിൾ ബ്ലറിംഗ് അഥവാ ആവറേജിങ്, അതുപോലെ ഗോഷ്യൻ ബ്ലർ, അതുപോലെ നമ്മൾ മീഡിയൻ ബ്ലർ. സോ ഇത്തരത്തിൽ നമുക്ക് OpenCV ഉപയോഗിച്ച് ഒരു ഇമേജിനെ ബ്ലർ ചെയ്യാൻ അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്.